ഇതിൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡാറ്റ ക്ലീനിങ് ആൻഡ് പ്രീ പ്രോസസിംഗ് എന്നുള്ളതാണ്. മെഷീൻ ലേണിംഗ് പ്രൊജക്റ്റിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഡാറ്റ ക്ലീനിങ് ആൻഡ് പ്രീ പ്രോസസിംഗ് എന്നുള്ളത്. മെഷീൻ ലേണിംഗ് മോഡൽസിനെ ക്രിയേറ്റ് ചെയ്യാൻ ഡാറ്റാസ് വേണം. ഈ ഡാറ്റാസിന് എന്തെങ്കിലും എറർ വന്നാൽ ഡിസിഷൻ മേക്കിംഗ് ആക്യുറസി കുറയും. ഈ എറേഴ്സ് ക്ലീൻ ചെയ്ത് ഡാറ്റാസ് ട്രെയിൻ ചെയ്യാൻ കഴിയുന്ന ഫോർമാറ്റിലേക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡാറ്റ ക്ലീനിങ് ആൻഡ് ഡാറ്റ പ്രീ പ്രോസസിംഗ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പിന്നെ മെയിൻ ചലഞ്ചസ് ഇഷ്യൂസ് പറഞ്ഞാൽ മിസ്സിംഗ് വാല്യൂസ് ആണ്. മിസ്സിംഗ് വാല്യൂസ് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റുഡൻറ് ഡാറ്റാ സെറ്റിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് മാത്രം മിസ്സിംഗ് ആവുന്നത് അത് സെറ്റ് ചെയ്യുന്നതാണ് മിസ്സിംഗ് വാല്യൂസ് എന്ന് പറയുന്നത്. പിന്നെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ റിമൂവ് ചെയ്യുക. പിന്നെ ഇൻകൺസിസ്റ്റൻറ്റ് ഡാറ്റാസ് സെറ്റ് ചെയ്യുക. ഇൻകൺസിസ്റ്റൻറ്റ് ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റക്ക് പകരം ഒരു സ്റ്റുഡൻറ് ഡാറ്റാ സെറ്റിൽ ഫുൾ നെയിം കൊടുക്കുന്നതിന് പകരം ഷോർട്ട് നെയിം കൊടുക്കുക, സ്ഥലങ്ങളെ പേരിന് പകരം ചെറുതായി സ്ഥലങ്ങളെ പേര് ചുരുക്കി കൊടുക്കുക, ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതിനാണ് ഇൻകൺസിസ്റ്റൻറ്റ് ഡാറ്റ എന്ന് പറയുന്നത്. പിന്നെ ഹാൻഡിലിംഗ് ഔട്ട്ലയേഴ്സ്. ഒരു സ്റ്റുഡൻറ് ഡാറ്റാ സെറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏജ് കൊടുക്കുന്നത് ഏജ് 200, 250 അധികമൊക്കെയാണ് കൊടുത്തെങ്കിൽ അത് അൺയൂഷ്വലാണ്. അത് യൂഷ്വലായിട്ട് ഒരാൾക്ക് ഉണ്ടാവുന്നതല്ല. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യണം. പിന്നെയുള്ള എൻകോഡിങ് കാറ്റഗറിക്കൽ ഡാറ്റ. കാറ്റഗറിക്കൽ ഡാറ്റ കൺവേർട്ട് ചെയ്ത് ന്യൂമറിക്കൽ ഫോർമാറ്റിലേക്ക് മാറ്റണം. ന്യൂമറിക്കൽ ഫോർമാറ്റിലേക്ക് മാറ്റാറുന്ന ഒരു മെയില് ഫീമെയിലുള്ള കാറ്റഗറി പോലുള്ള കാറ്റഗറീസ് ഉണ്ടെങ്കിൽ അതിന് മെയിലിന് 0 എന്നും ഫീമെയിലിന് 1 എന്നും ഉള്ള ന്യൂമറിക്കൽ ഡാറ്റാസിലേക്ക് ഇതിനെ മാറ്റുന്നതിനെയാണ് ന്യൂമറിക്കൽ എൻകോഡിങ് കാറ്റഗറിക്കൽ ഡാറ്റ എന്ന് പറയുന്നത്. പിന്നെ ഫീച്ചർ സ്കെയിലിംഗ് ആണ്. ഫീച്ചർ സ്കെയിലിംഗ് ഒരു സ്റ്റുഡൻസ് ഡാറ്റാ സെറ്റിൽ ഏജ് മാക്സിമം 20 മിനിമം ഒരു 40 ആണെങ്കിൽ മാക്സിമത്തിനെ 0 എന്നും മിനിമത്തിനെ 1 എന്നുള്ള ന്യൂമറിക്കൽ ഫോമിലേക്ക് മാറ്റണം. എന്തിനാ മാറ്റുന്നത് വെച്ചാൽ മെഷീൻ ലേണിംഗ് അൽഗോരിതം ന്യൂമറിക്കൽ ഡാറ്റാസിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പിന്നെയുള്ള ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ ആണ്. മെഷീൻ ലേണിംഗ് മോഡൽസുകൾക്ക് പാറ്റേൺ എളുപ്പത്തിൽ കണ്ടെത്താൻ ഡാറ്റയെ ക്രമീകരിക്കുന്നതിന് സഹായിക്കാനും വേണ്ടിയാണ് ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത്. ഇതിൻ്റെ വർക്കിംഗ് സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ലോഡിംഗ് ദ ഡാറ്റ. ഫസ്റ്റ് ലോഡ് യൂസ് ചെയ്യുന്ന ടൂൾസിൻ്റെ വർക്ക് സ്പേസിലേക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലോഡിംഗ് ഡാറ്റയോട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എക്സ്പ്ലോറിംഗ് ഡാറ്റ ഇഷ്യൂസ് ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ കയ്യിലുള്ള ഡാറ്റാസിനെ കുറിച്ച് ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. ഏതെല്ലാം ഇഷ്യൂസ് ഉണ്ട്, എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നതാണ് എക്സ്പ്ലോറിംഗ് ഡാറ്റ എന്ന് പറയുന്നത്. പിന്നെ ക്ലീനിങ് ദ ഡാറ്റ പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റാസ് റിമൂവ് ചെയ്യുക. പിന്നെ മിസ്സിംഗ് വാല്യൂസ് സെറ്റ് ചെയ്യുക. മിസ്സിംഗ് വാല്യൂസ് സെറ്റ് ചെയ്യൽ ഒന്നുകിൽ ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യലാണ്. പ്രെഡിക്റ്റ് ചെയ്യണ വെച്ചാൽ ഒരു സ്റ്റുഡൻസ് ഡാറ്റാ സെറ്റിൽ 100 സ്റ്റുഡൻസ് ഉണ്ട്. അത് 100 സ്റ്റുഡൻസിൽ 5 ആൾക്കാരത് മിസ്സിംഗ് ആണെങ്കിൽ ബാക്കി 95 ആൾക്കാരെ മാർക്ക് ആവറേജ് എടുത്തിട്ട് അത് 5 ആൾക്കാർക്ക് സെറ്റ് ചെയ്യുന്നതാണ് പ്രൊഡിക്റ്റ് ചെയ്യാന്നുള്ളത്. പിന്നെ ഔട്ട്ലയർ ഹാൻഡിൽ ചെയ്യണം. പിന്നെയുള്ള ഡാറ്റ പ്രീ പ്രോസസിംഗ് ആണ്. ഡാറ്റ പ്രീ പ്രോസസിംഗ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങിനും വേണ്ടി ഡാറ്റാസിന്റെ ഫോർമാറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡാറ്റ പ്രീ പ്രോസസിംഗ് എന്ന് പറയുന്നത്. പിന്നെ സേവ് ചെയ്യുക. ഇതിന് പൈത്തണിൽ ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലോഡിങ്ങിനും എക്സ്പ്ലോറിങ്ങിനും ആൻഡ് ഡാറ്റ ക്ലീനിങ്ങിനും വേണ്ടി യൂസ് ചെയ്യുന്നത് പാണ്ടാസ് ആണ്. പിന്നെ മാത്തമാറ്റിക്കൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് NumPy ആണ്. ശേഷം പ്രീ പ്രോസസ്സിങ്ങിനും വേണ്ടി യൂസ് ചെയ്യുന്നത് സൈക്കിറ്റ് ലേൺ ആണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ് മോഡൽ ആക്യുറസി ആൻഡ് പെർഫോമൻസ്. പിന്നെ ഹെൽപ്പ് മോഡൽസ് ഫൈൻഡ് പാറ്റേൺ ഈസിലി, പ്രിവെന്റ് എറേഴ്സ് ആൻഡ് മോഡൽ ഫെയിലിയർ, മേക്ക് ഡാറ്റ ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്, എനേബിൾ ബെറ്റർ ജനറലൈസേഷൻ. ഇതൊക്കെയാണ് ഇതിനോടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്.